ചുരം വഴി വയനാടൻ മലനിരയിലേക്ക് കാടും കോടയും വകഞ്ഞ് വഴിക്കണ്ണായ ആദിവാസി മൂപ്പനെ തന്നെ വെടിവെച്ചു കൊന്ന് പിന്നെ പ്രതിഷേധിച്ച അയാളുടെ ആത്മാവിനെയും ചങ്ങലയിൽ ബന്ധിച്ച കഥയിൽ നിന്ന് തുടങ്ങുന്നു വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ആദ്യത്തെ ചരിത്രം. ആ കഥ ചരിത്രത്തിൽ ഇപ്പോഴും പുനരവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആദിവാസിയെ എങ്ങനെ ചങ്ങലയില്ലാതെയും ബന്ധിക്കാമെന്ന് തെളിയിച്ചുകൊണ്ടാണ്. മലയാളി നമ്പൂതിരിയെയും നായരെയും ഈഴവനെയും നായാടിയെയും തുടങ്ങി സകല ജാതികളെയും മനുഷ്യരാക്കി മാറ്റിയതാണ് നവോത്ഥാനമെങ്കിൽ ആദിവാസികളോട് മാത്രം കാണിച്ച കൊടിയ വഞ്ചനയുടെ കഥ ഇവിടെ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. എന്നാൽ കേരളത്തിലെ ചലച്ചിത്ര ചരിത്രത്തിൽ ഒരു ആദിവാസി സംവിധായിക ആദിവാസിയുടെ ആത്മാഭിമാന പോരാട്ടവും അതിജീവന കഥയും പകർത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ കേരള എക്സ്പ്രസ്. വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടേ കുളിരി കയറുന്ന ഈ ചുരം റോഡും കോടപ്പുതപ്പ് മൂടിയ മലനിരകളുമാണ് മനസ്സിലേക്ക് വരിക. മഴമാറാത്ത ലക്കിടിയിലെ തണുപ്പിൽ നിന്ന് ചുരമിറങ്ങി വന്ന വയനാടിന്റെ കാർഷിക പാഠങ്ങളും വിപ്ലവ മുദ്രാവാക്യങ്ങളും കേരളത്തെ എത്ര കാലമാണ് പിടിച്ചുകുലുക്കിയതെന്ന് പറയുക വയ്യ. എന്നാൽ വയനാടിന്റെ ആ കാലവും കാലാവസ്ഥയുമെല്ലാം മാറിയപ്പോൾ വയനാട് ഇന്ന് മറ്റേതൊരു നാടുപോലെയും ഒരു നാടായി മാറിയതോടെ ശരിക്കും ആ നാടിൻ്റെയും കഥ കഴിഞ്ഞു. മലകേറി വന്നവർക്ക് കാട്ടിലേക്ക് വഴി പറഞ്ഞു കൊടുത്ത കരിന്തണ്ടന്റെ ആത്മാവ് മാത്രം ഇടയ്ക്കെങ്കിലും കാലം തെറ്റി വരുന്ന കാറ്റിൽ ചങ്ങല കുലുക്കി പ്രതിഷേധിച്ചാലായി. കരിന്തണ്ടനിൽ നിന്ന് തുടങ്ങുന്ന ആദിവാസി വഞ്ചനയുടെ കഥയിൽ നിന്ന് കൽപ്പറ്റയും പനമരവും കടന്ന് നടവയിലേക്ക് നടന്നാൽ പുകൾപറ്റ കനവുമലയുടെ മടിയിൽ നിന്ന് അവസാനിച്ചിട്ടില്ലാത്ത പുതിയൊരു പ്രതിരോധ ജീവിതത്തിന്റെ കൂടി പാഠം കേൾക്കാം. കടന്ന് കാട്ടിലോടി പുഴ കടന്ന് കരകൾ പാടി ആദിവാസി കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട KJ ബേബിയുടെ കനവ് വയനാട്ടിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ബദൽ വിദ്യാഭ്യാസ വിപ്ലവമായിരുന്നുവെന്നതിന് ചരിത്രത്തിൽ ഇന്ന് രണ്ടഭിപ്രായമില്ല. പരിഷ്കാരത്തിന്റെ പേടി സ്വപ്നങ്ങളോ സ്വന്തം സ്വത്വത്തിന്റെ അപകർഷമോ ഒന്നുമില്ലാതെ ആദിവാസി കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഭാഷയും ശാസ്ത്രവും സംഗീതവും നൃത്തവും ചിത്രവും ശില്പവും വൈദ്യവും കളരിയും ടെക്നോളജിയും വരെ പഠിച്ചു വളർന്നത് കനവിൻ്റെ ഈ മടിത്തട്ടിലിരുന്നാണ്. കാലം പോകെ കനവ് ശൂന്യമായി. പിന്നീട് കനവിൽ പഠിച്ചു വളർന്ന കുട്ടികളെ തന്നെ ആ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ബേബി മാഷ് പിൻവാങ്ങി. അവരിൽ ക്യാമറ കയ്യിലേന്തി കനവിൻ്റെ പുതിയ സ്വപ്നങ്ങൾ ഏറ്റെടുക്കുന്ന തിരക്കിലാണ് ലീല. വയനാട്ടിലെ ചിരപുരാതനമായ ആദിവാസി അടിമവർഗമായ പണിയ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു സിനിമാ സംവിധായിക. ഇപ്പം ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, പേര് പറയുന്നില്ല. ഇതിലൊക്കെ വളരെയധികം മോശമായിട്ട് ഇപ്പം ഈ ബാത്റൂം കാണുമ്പം അത്ഭുതപ്പെട്ട്, അല്ലെങ്കിൽ എന്താ കസേര സോഫ കാണുമ്പോൾ നമ്മൾ പുതിയതായി എന്തോ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ പോയി ഇതാകുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു ചിത്രീകരണമാണ് ഇപ്പം ഞാൻ കണ്ട എനിക്ക് ഭയങ്കര വിഷമമായത് കണ്ടിട്ട്. അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ പിന്നെ ഡോക്യുമെൻ്ററീസ് എടുക്കും. അപ്പം അതിൽ അവർ ചെയ്യുന്ന ദൈന്യത ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കുക. പിന്നെ എന്താ ഓർണമെൻറ്റ്സ്, പിന്നെ ഏറ്റവും ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഞങ്ങളുടെ ഗോത്രങ്ങൾ സ്വന്തമായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇതെടുക്കുക. പിന്നെ ഏറ്റവും ദൈന്യം നിറഞ്ഞ പിന്നെ ഷോട്ടുകൾ എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ച് ഇങ്ങനെയാണ് ആദിവാസി എന്ന് കൊടുക്കുക. അപ്പം ഞങ്ങൾക്കൊക്കെ പുറത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലാണോ താമസിക്കുന്നതൊക്കെ ചോദിക്കും. അപ്പം ഇതൊക്കെ വളരെയധികം ഗുഹേൻ്റെ ഉള്ളിലാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് പൊതുവെയുള്ള സങ്കല്പം, ആദിവാസി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒന്നും അറിയില്ല. നിഴലുകൾ നഷ്ടപ്പെട്ട ഗോത്രഭൂമി എന്ന ഡോക്യുമെൻ്ററി ലീല പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഷിജു എസ് ബാവ സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിലിൻ്റെ നാളെ എന്ന സിനിമയുടെ
സഹസംവിധായികയായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ലീല. പണിയ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു സ്വപ്നം തന്നെ ഇന്നും അസാധ്യമായ കാലമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് പണിയരുടെ ജീവിതത്തിൽ തുടങ്ങി ഭൂമിയിൽ ചൂഷിതരായ മുഴുവൻ ആദിവാസി വർഗത്തിനും വേണ്ടിയാകുന്നു അക്ഷരാർത്ഥത്തിൽ ലീല ക്യാമറ ഏന്തുന്നത്. ഇപ്പം നമ്മൾ പാല് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പോലെ തന്നെ തേന് കൊണ്ട് കൊടുത്തിട്ട് അവർ പ്രോസസ്സിങ് നടത്തിയിട്ട് ഇവർ മറിച്ച് വെക്കുന്നു. അങ്ങനൊരു സമ്പ്രദായം. അപ്പം ശരിക്കും ഒറിജിനൽ അല്ല മറ്റ് ആൾക്കാർക്ക് കിട്ടുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് സ്വന്തമായിട്ട് വിൽക്കാൻ പറ്റില്ല. അപ്പം ആ രീതിയിലുള്ള ചൂഷണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ഈ ഏറ്റവും ഇങ്ങനെ മറ്റു സമൂഹത്തിലേക്ക് എത്തിപ്പെടാത്ത ആൾക്കാർ. ഇങ്ങനെ എത്തിപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ട് എത്താനും പറ്റുന്നില്ല, തിരിച്ചങ്ങോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും ഇന്നത്തെ സമൂഹത്തിൽ. ട്രൈബ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസം ഇല്ല, പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് എത്തപ്പെടുന്നില്ല. ഇപ്പം പരിഷ്കാരം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. തിരിച്ച് പണ്ടത്തെ തിരിച്ച് ഇപ്പം പണ്ടത്തെ ഒരു ഗോത്ര രീതിയിൽ ജീവിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത്. വള്ളിയൂർക്കാവിൽ പണിയരെ വെച്ചുള്ള അടിമക്കച്ചവടം പണ്ടൊരു ആചാരമായി അവസാനിച്ചതാണെങ്കിൽ അവസാനിക്കാത്ത തങ്ങളുടെ ഗതികേട് കൊണ്ട് ഇപ്പോഴും അടിമത്വം ചോദിച്ചു വാങ്ങി ജീവിക്കേണ്ടി വരുന്നവരാണ് വയനാട്ടിലെ പണിയർ. കുടകിലെ ഇഞ്ചിത്തോട്ടത്തിലേക്ക് അവർ മാടുകളെ പോലെ ഇപ്പോഴും കൂട്ടമായി തെളിക്കപ്പെടുകയാണ്. ലൈംഗിക അടിമത്തത്തിനിരയാകുന്ന അവിവാഹിത അമ്മമാരും ഇവിടെ ഇപ്പോൾ ഒരു വാർത്തയെ അല്ലാതായിട്ടുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ശരിക്കും. ഇത് പക്ഷേ വ്യത്യസ്ത രീതിയിലാണ്. പണ്ട് പറഞ്ഞാൽ നമ്മുടെ അയൽക്കാർ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോവുക, അവരെ മിസ്സിങ് ആവുക. അപ്പം കുറേ പെൺകുട്ടികൾ കാണാത്തൊരു അവസ്ഥ ഇപ്പം വയനാടിൻ്റെ പല ഭാഗത്തുണ്ട്. കുറേ പെൺകുട്ടികൾ തിരിച്ച് വന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുട്ടി അവരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരിടുന്നത് ഇപ്പം ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ പോലും എന്നെ ഭീഷണി പഠിച്ചു. പേരുപോലെ തന്നെ വയനാട്ടിലെ കനവ് ഒരു സ്വപ്നമായിരുന്നു. വീടില്ലാത്ത ആദിവാസി കുട്ടികൾക്ക് അത് സ്വന്തം വീടായിരുന്നു, സ്കൂളായിരുന്നു. പണിയിടവും ആശ്രമവും കളരിയുമായിരുന്നു കനവ്. 1-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ ലീലയ്ക്കും സഹോദരിക്കും മാത്രമല്ല, ഒരു ക്ലാസ്സിലും പോവാത്ത എത്രയോ കുട്ടികൾക്ക് കനവ് ജീവിതത്തിനുള്ള ശരിയായ വിദ്യാഭ്യാസം നൽകി, അല്ലെങ്കിൽ ജീവിതം തന്നെ നൽകി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കനവിൻ്റെ പെരുമ തേടിയെത്തി. എന്നാൽ ഇപ്പോഴെത്തുന്നവർക്ക് കനവ് അവസാനിച്ചുവെന്നോ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്നോ എന്താണ് പറയേണ്ടതെന്ന് മാത്രം നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ കനവിൻ്റെ ഒരു പ്രോഗ്രാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ പാടിയ പാട്ടുകൾ ഇങ്ങനെ കുറഞ്ഞു. അതുകൊണ്ടാണ് കനവ് തളർന്നു എന്ന് ആൾക്കാർ പറയുന്നത്. രണ്ടാമത്തെ വെച്ചാൽ ഇവിടെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു, കനവിലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു, ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പറഞ്ഞ് ഞങ്ങൾ അന്ന് കുട്ടികളായിരുന്നു. പുതിയൊരു ബാച്ചിനെ എടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെയാണ് ശരിക്കും കനവിൻ്റെ തകർച്ച എന്ന് മറ്റുള്ളവർ സംഘടിക്കുന്നത്. പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കനവ് തളർന്നു പോയെന്ന്. കാരണം ഞങ്ങളിലൂടെ കനവ് വളരണമെന്ന് ഈ സ്ഥലത്ത് മാത്രമല്ല, നമ്മുടെ പല എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത് അവിടെ കനവ് വളരണം എന്നാണ് ബേബിമാഷിൻ്റെ ആഗ്രഹം. പുട്ടല് കണ്ടില് പുള്ളുക്കിരയിൻ്റെ തൂവരുമാവേ തൂവരു, പുട്ടല് കണ്ടില് പുള്ളുക്കിരയിൻ്റെ തൂവരുമാവേ തൂവരു, തൂവരുമാവേ 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 തൂവരുമാവേ. പാട്ടും നൃത്തവും നാടകവും സിനിമയുമെല്ലാമായി വളർന്ന കനവിൽ നിന്നും കുട്ടികൾ പിന്നീട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പല ആകാശങ്ങളിലേക്ക് പറന്നുപോയി. ആത്മവിശ്വാസമായിരുന്നു ആ കുട്ടികളുടെ മൂലധനം. അടിമത്തത്തെ നിശബ്ദമായി വരിച്ചവർക്ക് അതിനെതിരെ നാവ് കിളർത്തു. അപ്പോൾ കനവ് അവസാനിച്ചുവെന്ന് നമുക്ക് എങ്ങനെ പറയാനാവും? ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു രീതി പ്രതികരിക്കാം, സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാമൂഹികമായിട്ട് ചിന്തിക്കുകയോ എങ്ങനെ
സാമൂഹികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഇടപെടൽ നടത്തിയാൽ അയാൾ മാവോയിസ്റ്റ് ആക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പം നമുക്കൊക്കെ പോലീസ് ചെക്കിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനൊരു അവസ്ഥ ശരിക്കും നമ്മളും അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു കോളനിയിൽ ആരെങ്കിലും ഇത്തിരി ശബ്ദിച്ചാൽ മതി അയാൾ മാവോയിസ്റ്റ് ആക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിടയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ പോയിട്ട് ഞാൻ സാധനം വാങ്ങുന്നത് വേറൊരാൾ വാങ്ങുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഉള്ളി എടുത്ത് തന്നെ ഇവർ തരംതിരിവ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു കുട്ടി ആകണം എന്നാണ് ഞങ്ങൾ വളർത്തുന്ന കുട്ടി, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ ആ കുട്ടി കിട്ടണമെന്ന് തൻ്റെ അടുത്തോടുള്ളൊരു കുട്ടിയാവണമെന്ന സങ്കല്പത്തിലൂടെ വളർത്തുന്ന ഒരു കുട്ടി ആണ് ഇവിടെ ഞങ്ങൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. മലനങ്കിട് മല്ലികപ്പൂവ് കളിപ്പിരണാട്ടി എന്നെ തന്തനും കുടിച്ചോണ്ട് പോലെ കളിപ്പിരണാട്ടി കഞ്ചി തന്തനം തേച്ചോണ്ട് പോലെ കളിപ്പിരണാട്ടി തുവരുമാവേ. കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ സന്നദ്ധ സംഘടനകൾക്ക് മാത്രം പഞ്ഞമില്ല. വികസന പദ്ധതികൾക്കും ഒട്ടും കുറവില്ല. കനവ് ആ ചീത്തപ്പേര് മറികടന്നത് ആദിവാസി ജനതയ്ക്ക് അന്നുവരെ ലഭിച്ചിട്ടില്ലാത്തൊരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉറപ്പുള്ള മേൽക്കൂര നൽകിക്കൊണ്ടാണ്. അത് അത്രയേറെ ജൈവമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കനവിന് ഇങ്ങനെയൊരു പരിണാമം സംഭവിച്ചതും. അപ്പം എനിക്ക് അനുഭവം വെച്ചാൽ നമ്മുടെ കോളനിയിൽ കുറേ NGOs അല്ലെങ്കിൽ മറ്റ് പല സംഘടനകളും ഇടപെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടപെടുന്നവർ നല്ല രീതിയിലായിരുന്നെങ്കിൽ ശരിക്കും അവിടുത്തെ ആദിവാസികൾ നല്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായേനെ. പക്ഷേ ഒരുപാട് ഇപ്പം വയനാടിൻ്റെ പല ഭാഗത്തും ടൂറിസ്റ്റുകളായിട്ടും ടൂറിസത്തിൻ്റെ രീതിയിലും അല്ലാതെയും മറ്റ് രാഷ്ട്രീയപരമായിട്ടും എല്ലാ ഇടപെടലുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ശരിക്കും ഇപ്പം ഈ തവണ ഇലക്ഷൻ്റെ ടൈമിൽ തന്നെ ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ ഈ ശരിക്കും വളരെ ഉപയോഗിക്കുന്ന വളരെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ചൂഷണം ചെയ്യുന്നൊരു രീതിയായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കടന്നുവരവുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, വികസനം പറഞ്ഞ ഒരു വീട് വെച്ചിട്ട് അതിനൊരു ബാത്റൂമിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു ഒന്നോ രണ്ടോ വീടുകൾ അവർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും, എന്നിട്ട് മറ്റ് പബ്ലിക്കാക്കും. പക്ഷേ അതിലൊരു 99% വീടുകളും വളരെ ബാത്റൂം പോലും ഇല്ലാത്തൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ശരിക്കും കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പം ആറളം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാണാം, വളരെയധികം തറ പോലും നിലത്തിങ്ങനെ മുട്ടിയിട്ട് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ശരിക്കുള്ളത്. പിന്നെയുള്ളത് ഇപ്പം ഓരോ സംഘടനയിലും ട്രൈബൽ മേഖലയിൽ നിന്ന് കുട്ടികളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാം ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ രീതി ചിന്തിപ്പിക്കുന്ന ഒരാളാക്കാം. ഇപ്പം ഇവരെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ട്രൈബൽസിനെ ഭരിക്കുന്നവരാക്കാം. ഇവർ ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്, തിരിച്ചു ചെയ്യുന്നത്. അപ്പം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത ആൾക്കാരാണ് പല രീതിയിൽ. ഇപ്പം ഇടപെടുമ്പോൾ പോലും ഇപ്പം ഞാനൊരു ഡ്രസ്ഡായിട്ട് ഇവരുടെ അടുത്തേക്ക് പോയിട്ട് നീ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇപ്പം വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടി ശരിക്കും സ്വന്തം അമ്മേനോട് മിണ്ടാൻ പോലുള്ള ഒരു അവസ്ഥ ശരിക്കും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവർ പെരുമാറുന്നത്. ഇപ്പം ടൗണിൽ പോയാൽ സ്വന്തം ഭാഷ സംസാരിക്കാൻ മടി, പിന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ മുമ്പിൽ നിന്ന് സ്വന്തം ഭാഷ പറയാൻ മടി, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് പറയാനുള്ള മടി. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സങ്കല്പം ശരിക്കും പുറത്തുനിന്നുള്ള കടന്നുവരവുകൾ ശരിക്കും അതിനെ മലക്കടന്ന് കാട്ടിലോടി പുഴ കടന്ന് കഥകൾ പാടി ഉത്തമ്മ വന്നൊരു നാട്. മലകടന്ന് കാട്ടിലോടി പുഴ കടന്ന് കഥകൾ പാടി ഉത്തമ്മ വന്നൊരു നാട്. തീറ്റി വെച്ച് കെണിയൊരുക്കി കാടിൻ്റെ മക്കളെ പോറ്റ് മൃഗമാക്കിയ കഥ പറയും നാട്. പാട്ടിൽ പറയുന്നത് പോലെ ഇപ്പിമലയിൽ നിന്നാണ്
പണിയരുടെ ആദി കാരണവരായ ഉത്തപ്പനും ഉത്തമ്മയും വരുന്നത്. മാതങ്കൻ എന്ന ദൈവമാണ് അരയ്ക്ക് മീതെ ആണും പെണ്ണും അരയ്ക്ക് താഴെ ആങ്ങളെയും പെങ്ങളുമായ ഈ ആദി കാരണവന്മാരെ സൃഷ്ടിച്ചത്. കാട്ടിൽ കായ്കനികളിൽ നിന്ന് ജീവിച്ച ഉത്തപ്പനെയും ഉത്തമ്മയെയും വെന്ത ഭക്ഷണം വെച്ചാണ് തമ്പുരാക്കന്മാർ അടിമകളാക്കിയത്. ആ അടിമത്വം ഇന്നും പല രീതിയിൽ തുടരുന്നു. അതിനെതിരെയായിരുന്നു ലീല ആദ്യം ക്യാമറ ഏന്തിയത്. അതിപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമാവുകയാണ്. എനിക്കെപ്പോഴും ആദിവാസിക്ക് ആദിവാസി മീൻസ് അവർക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ വെച്ചാൽ ഒരു ഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ടുള്ള ഈ ജീവിത രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്ത് കൊണ്ടായിരിക്കണം നമ്മളൊരു സിനിമ ഇറക്കണമെങ്കിൽ. അപ്പം അവർ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നും അറിയാത്തല്ലോ. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഭാഷയുണ്ട്, അതൊരു ലിപി പോലും ഇല്ല, പക്ഷേ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് വിവരമില്ലാത്തവർക്ക് ഒരിക്കലും ഇത്രത്തോളം ഒരു ഭാഷയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഇപ്പം പാട്ടുകളുണ്ട്, ലിപി ഇല്ലാത്ത ഭാഷയിൽ ഇപ്പോഴും പാട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഡാൻസ് ഫോംസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഡ്രം ബീറ്റ്സ് ഉണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് പിന്നെ ഇപ്പം പുറം ലോകത്തിൻ്റെ സങ്കല്പം എന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ പൊതു അറിവാണ് എല്ലാവർക്കും വേണ്ടതെന്നത്. പക്ഷേ ഇതൊന്ന് പൊതുവെ അറിവും വേണം, അതോടൊപ്പം തന്നെ ഈ സ്വന്തമായിട്ട് ഇപ്പോൾ ഓരോ സമൂഹങ്ങളും അവരുടേതായ ചിട്ടകൾ നടത്തുന്നുണ്ട്. ഇപ്പം ഓരോ ജാതിയാണെങ്കിൽ മതമാണെങ്കിൽ അവരുടെ രീതിയും നടത്തുന്നുണ്ട്. അതുപോലെ ആദിവാസിനെയും കാണണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ ഒരിക്കലും ബോധമില്ലാത്തവരൊന്നും പറഞ്ഞ് മുദ്ര കുത്താതെ ഇപ്പം ആ രീതിയിലുള്ള സിനിമകൾ ഇറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. ലീലയുടെ സ്വപ്നം ഒരു ചെറിയ സ്വപ്നമല്ല. ഭൗതികമായ ചൂഷണത്തിനപ്പുറത്തും ആദിവാസി തെറ്റായ കാഴ്ചകളിലൂടെയും പ്രതിനിധാനത്തിലൂടെയും വീണ്ടും വീണ്ടും ചവിട്ടിത്താഴ്ത്തപ്പെടുന്നതിനെതിരെയാണ് ആ കലാപം നീളുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചലച്ചിത്ര ചരിത്രത്തിലും ഒരു ആദിവാസി സംവിധായകയിലൂടെ യഥാർത്ഥ ഭൂസമരവും നിൽപ്പ് സമരവും വരാനിരിക്കുന്നതേയുള്ളൂ എന്നർത്ഥം. ഞാൻ പിറന്ന നാട്, വളർന്ന നാട്, എൻ്റെ നാട് വയനാട്. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ വീട് ഈ വയനാട്. നാടടക്കി കൊള്ളയിടാൻ കടൽ കടന്നു വന്നവരുടെ കണ്ണിലെ കമ്പെയ്ത മലകളുടെ നാട്. കേരളത്തിലെ ദരിദ്ര ജനസമൂഹം മുഴുവൻ പരിഷ്കൃത സമ്പന്ന സമൂഹത്തിന് മുന്നിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ ആദിവാസികളാണ്. കാട്ടിൽ നിന്നും സ്വന്തം ശ്വാസവായുവിൽ നിന്ന് വരെ കുടിയിറക്കപ്പെട്ട വയനാട്ടിലെ ആദിവാസിയെ പോലെ തന്നെ കുടിയേറ്റക്കാരൻ്റെ തോട്ടകൃഷിക്കും ടൂറിസത്തിനും വികസനത്തിനും വേണ്ടി വഴിയാധാരമാക്കപ്പെട്ട മുഴുവൻ ജനവിഭാഗത്തിൽ നിന്നും ഉയരേണ്ടുന്ന ശബ്ദം തന്നെയാണ് വയനാട്ടിലെ ഒരാദിമ അടിമവർഗത്തിൽ പിറന്നൊരു യുവതിയിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നത്. അതുകൊണ്ട് സകല ആവിഷ്കാര രൂപങ്ങളിലൂടെയും നമ്മൾ ആദിവാസിയോട് കാണിച്ച എല്ലാ നീതിയും ഇവിടെ അഴിഞ്ഞു വീഴട്ടെ. കേരള എക്സ്പ്രസ് വയനാടൻ കാടിനോടും തൽക്കാലം യാത്ര പറയുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും വരും. കാത്തിരിക്കുക. ശുഭയാത്ര. കണ്ടില് പുള്ളുക്കിരയിന്റെ തൂവരുമാവേ തൂവരു.